ബഷീർ, കാലിക്കറ്റ് ചെറുപ്പ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യമനി സ്റ്റൈലുള്ള മന്തിയാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. 3/4 കിലോ ചിക്കൻ ഉണ്ട്. ഇത് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ലെഗ് പീസ് ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചോപ്പറിലോട്ട് നമ്മൾ കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, അതേപോലെ പുതിനയില രണ്ടും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ഏലക്ക, ഒരു പട്ട, ഗ്രാമ്പൂ, അതേപോലെ നമ്മളെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യും. മാഗി ക്യൂബിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യാവുള്ളൂ. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ നമ്മൾ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിലേക്കാണ് നമ്മളിത് മാറ്റിയിട്ടുള്ളത്. ഈ മാഗ്നേറ്റ് ചെയ്തതിലേക്ക് നമ്മൾ 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ്റെ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് നമ്മളെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. റൈസ് നമ്മൾ 1 അവർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് നമ്മളെ റൈസ് നമ്മൾ ഇവിടെ ഊറ്റി വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് ചിക്കൻ സ്റ്റോക്കാണിത്. ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് നമുക്കിനി ചിക്കൻ എല്ലാം മാറ്റിയിട്ട് വെള്ളം മാത്രം മതി. ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമുക്ക് മന്തിയിൽ ചേർക്കുന്ന ബ്ലാക്ക് ഏലക്കയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2 എണ്ണം ഇടുന്നുണ്ട്. ഒരു സാദാ ഏലക്കയും ഇടുന്നുണ്ട്. ഇതിലേക്ക് ഒരു പട്ടേൻ്റെ കഷ്ണവും 2 ഗ്രാമ്പും ചേർത്ത് കൊടുക്കും. ഡ്രൈഡ് ലെമൺ ചേർത്ത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ റൈസ് വെന്തിട്ടുണ്ട്. നമ്മൾ റൈസ് ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അരി നമ്മൾ ഫുള്ളായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. മന്തി തന്നെയാണ് അല്ലേ? ഒന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. സ്മോക്കിനുള്ള സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ചിക്കൻ മന്തി. പിന്നെ എന്ത് കാര്യം മന്തി ചൂസ് ചെയ്തത്? പല പല ഓപ്ഷൻസിൻ്റെ ഇടയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരുപാട് മന്തി കപ്സ് കുറച്ചും കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ശീലമുള്ള സാധനം നമുക്ക് കംഫർട്ടബിൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഒരു മത്സരം ആകുമ്പോൾ നമുക്ക് തോന്നില്ലേ ഒരു ചാലഞ്ചായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്? എപ്പോഴും ചെയ്യുന്നത് നമ്മൾ കണ്ടുമടുത്തതും അല്ലെങ്കിൽ എല്ലാവരും കഴിക്കുന്നത് എല്ലാ വീട്ടമ്മമാരും ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ
അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് പ്രതീക്ഷിച്ചൊരു സംഭവമാണോ? മന്തി വരും, മന്തി റൗണ്ട് വരും? ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മന്തി റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അറബിക്ക് എന്ന് പറഞ്ഞപ്പോൾ അല്ല, അറബിക്ക് പറഞ്ഞ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ നമ്മൾ തന്നിരുന്നല്ലോ, ചെറുതായിട്ട്. അതെ അതായിരിക്കും ഈ സെമിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ ടൈമും ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചിക്കാത്ത എന്താ, വൈ നോട്ട് സംതിങ് ഡിഫറെന്റ്. എല്ലാവരും ഇപ്പൊ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മന്തി കബ്സ. അത് യൂട്യൂബ് തുറന്നു അതേ ഉള്ളൂ, എല്ലാ വീട്ടമ്മമാരും ഉണ്ടാക്കുന്നത്. ഒരു ന്യൂ റെസിപ്പിയോ അല്ലെങ്കിൽ നമ്മൾ അധികം ആൾക്കാരൊന്നും ചെയ്യാത്ത മിഡിൽ ഈസ്റ്റിന്റെ എന്തെങ്കിലും ഒരു ആലോചിക്കാമായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ചുമ്മാ ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. ഇല്ല, എനിക്ക് തോന്നി മന്തിയാക്കാം. പിന്നെ ഞാൻ സജഷൻ ചോദിച്ച ഹസ്ബൻഡിന്റെ അടുത്ത്, അപ്പൊ പുള്ളിക്കാരനും പറഞ്ഞു അതെ അതന്നെ ചെയ്താൽ മതി, മാറ്റി ചെയ്യണ്ടെന്ന് പറഞ്ഞു. വേഗം ചെയ്യാനും പറ്റും അല്ലേ? എന്റേതായ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ. ഒരു യമൻ സ്റ്റൈലിലെ മന്തിയാണ്, പക്ഷെ ഞാൻ എന്റേതായ ഒരു രീതിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തിട്ടുള്ളത്. നമ്മളെ മന്തി റൈസിൻ്റെ മുകളിൽ നമുക്കൊരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. സ്മോക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൽ പച്ചമുളകൊന്ന് കുത്തി വെക്കുകയും വേണം. ഇതൊന്ന് ടൈറ്റായി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അല്ലേ, ബാക്കി ഇതിനകത്തുണ്ട് ചൂടായിട്ട്. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് ഒരു സ്വീറ്റ് ചട്നി റെഡിയാക്കിയിട്ടുണ്ട്.